എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 6 ശ്ലോകം 11, 12, 13, 14, 15, 16, 17 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഇക്ഷ്വാകു മഹാരാജാവ് അന്തരിച്ചപ്പോ അദ്ദേഹത്തിന്റെ പുത്രനായ വികുക്ഷി ശശാതൻ എന്ന് സുപ്രസിദ്ധനായ ആ വികുക്ഷിയാണ് പിന്നെ രാജ്യം ഭരിച്ചത് എന്ന് പറയുന്നു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 11. പിതര്യുപരതേഭ്യേത്യ വികുക്ഷി പൃഥിവീമിമാം ശാസത് ഈജേ ഹരിം യജ്ഞൈ ശശാദ ഇതി വിശ്രുത. പിതരി ഉപരതേ, പിതാവ് മൃതനായപ്പോൾ, ശശാദ ഇതി വിശ്രുത വികുക്ഷി, ശശാദൻ എന്ന് കീർത്തിക്കപ്പെട്ടിരിക്കുന്ന വികുക്ഷി അഭ്യേത്യ അഭിയാനം ചെയ്തിട്ട് ഇമാം പൃഥിവീം ഈ പൃഥിവിയെ ശാസത് ശാസിച്ചു. യജ്ഞേഹി യാഗങ്ങൾ കൊണ്ട് ഹരിം ഈജെ ഹരിയെ ആരാധിച്ചു. പിതാവായ ഇക്ഷ്വാകു മഹാരാജാവ് മരിച്ചപ്പോൾ ശശാദൻ എന്നു സുപ്രസിദ്ധനായ വികുക്ഷി ഈ രാജ്യം ഭരിച്ചു. അങ്ങനെ ഈ ഭൂമിയെ പരിപാലിച്ചു. അദ്ദേഹം വളരെ ഭക്തനായിരുന്നു. അനേകം യജ്ഞങ്ങൾ ചെയ്തുകൊണ്ട് ശ്രീഹരിയെ പൂജിച്ചു എന്നും പറഞ്ഞു. പുരഞ്ജയസ്തസ്യ സുത ഇന്ദ്രവാഹൈദീരിത കകുൽസ്ഥ ഇതി ജാപ്യുക്ത ശൃണു നാമാനി കർമ്മഭി. തസ്യ സുത അദ്ദേഹത്തിന്റെ പുത്രൻ പുരഞ്ജയ പുരഞ്ജയൻ, ഇന്ദ്രവാഹ ഇന്ദ്രവാഹനെന്നും ഈരിത പറയപ്പെടുന്നു, കകുൽസ്ഥ ഇതിച്ച കകുൽസ്ഥനെന്നും ഉക്ത പറയപ്പെടുന്നു. കർമ്മഭി കർമ്മങ്ങൾ കൊണ്ട് ലഭിച്ച നാമാനി നാമങ്ങളെ ശൃണു ശ്രവിച്ചാലും. വികുക്ഷിയുടെ പുത്രൻ പുരഞ്ജയൻ, അദ്ദേഹത്തിന് ഇന്ദ്രവാഹനനെന്നും കകുൽസ്ഥനെന്നും കൂടി പേരുണ്ട്. അപ്പൊ ഈ പേര് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയാണ്. അദ്ദേഹം ചെയ്ത ആ കർമ്മങ്ങൾ നിമിത്തമാണ് ഈ നാമധേയങ്ങൾ ഉണ്ടായത്. അത് ഏതൊക്കെയാണ് ആ കർമ്മങ്ങൾ എന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് ഇത് അടുത്ത ശ്ലോകത്തിലെ പറയുന്നു. കൃതാന്താസീൽ സമരോ ദേവാനാം സഹദാനവൈ പാർഷ്ണിഗ്രാഹോ വൃതോ വീരോ ദേവൈർദൈത്യപരാജിതൈ. ദേവാനാം ദേവന്മാർക്ക്, ദാനവൈഹി ദാനവന്മാരോടുകൂടി, കൃതാന്ത സമര നാശകരമായ യുദ്ധം ആസീത് ഉണ്ടായി. ദൈത്യപരാജിതൈഹി അസുരന്മാരാൽ തോൽപ്പിക്കപ്പെട്ട, ദേവൈ ദേവന്മാരാൽ, വീര വീരൻ, പാർഷ്ണിഗ്രാഹ വൃത സഹായിയായിട്ട് വരിക്കപ്പെട്ടു. ഇന്ദ്രവാഹൻ, കകുൽസ്ഥൻ, പുരഞ്ജയൻ എന്നുള്ള നാമധേയങ്ങൾക്ക് കാരണമായിട്ടുള്ള ആ കർമ്മത്തെ പറ്റിയിട്ട് പറയണു. ദേവന്മാർക്കും അസുരന്മാർക്കും തമ്മിൽ അതിഭയങ്കരമായ ലോകനാശകാരണമായിട്ടുള്ള യുദ്ധം ഉണ്ടായി, മഹായുദ്ധം. അപ്പോ അസുരന്മാര് ദേവന്മാരെ തോൽപ്പിച്ചു. അപ്പൊ ദേവന്മാര് ഭൂലോക വീരനായിട്ടുള്ള പുരഞ്ജയനോട് സഹായിക്കണം എന്നാവശ്യപ്പെട്ടു. വചനാൽ ദേവദേവസ്യ വിഷ്ണോർ വിശ്വാത്മന പ്രഭോ വാഹനത്വേ വൃതസ്തസ്യ ബഭൂവേന്ദ്രോ മഹാവൃഷ. തസ്യ വാഹനത്വേ അദ്ദേഹത്തിന്റെ വാഹനത്വത്തിൽ, വൃത ഇന്ദ്ര വരിക്കപ്പെട്ട ഇന്ദ്രൻ, ദേവദേവസ്യ ദേവദേവനും, വിശ്വാത്മന വിശ്വാത്മാവും, പ്രഭോ പ്രഭുവുമായിരിക്കുന്ന വിഷ്ണു വിഷ്ണുവിന്റെ വചനാൽ വചനഹേതുവായിട്ട്, മഹാവൃഷ മഹാവൃക്ഷമായിട്ട് ബഭൂവ ഭവിച്ചു. അത്ര വീരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാനുള്ള കഴിവ്, അദ്ദേഹത്തിന്റെ കീഴിലാണെങ്കിൽ ജയിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തിനോട് യുദ്ധത്തിൽ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോ പുരഞ്ജയൻ പറഞ്ഞു, ഇന്ദ്രൻ എന്റെ വാഹനായിരിക്കുകയാണെങ്കിൽ അസുരന്മാരെ ഞാൻ തോൽപ്പിക്കാം എന്ന് പറഞ്ഞു. ഇന്ദ്രനാകെ നാണക്കേട്. ഈ പുരഞ്ജയന്റെ ഒക്കെ വാഹനായിട്ടൊക്കെ ഇരിക്കേ ദേവേന്ദ്രൻ, ഇത്ര വലിയ പദവിയിലിരിക്കണ ആള് പറ്റില്ല പറഞ്ഞു.
അപ്പോ ദേവദേവനും സർവാന്തര്യാമിയും സർവേശ്വരനുമായ ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞു, ആ പുരഞ്ജയന്റെ വാഹനായിരിക്കണേനിപ്പോ എന്താ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ സമ്മതിച്ചു. ഇന്ദ്രൻ മനമില്ലാ മനസ്സോടെ അങ്ങനെ ഒരു വലിയ കാളയായിട്ട് അങ്ങോട്ട് ഭവിച്ചു. സസന്നദ്ധോ ധനുർദിവ്യം ആദായ വിശിഖാൻഷിതാൻ സ്തൂയമാനസമാരുഹ്യ യുയുത്സു കകുതിസ്ഥിത തേജസാപ്യായിതോ വിഷ്ണു പുരുഷസ്യ പരാത്മന പ്രതീച്യാം ദിശി ദൈത്യാനാം നരുണൽ ത്രിദശൈപുരം. യുയുത്സു യുദ്ധത്തിന് ഇച്ഛിക്കുന്നവനും സന്നദ്ധ കവചം ധരിച്ചിരിക്കുന്നവനുമായ സ അദ്ദേഹം ദിവ്യം ധനു ദിവ്യമായ ധനുസിനെയും ശിതാൻ വിശിഖാൻ മൂർച്ചയുള്ള ബാണങ്ങളെയും ആദായ എടുത്തിട്ട് സ്തൂയമാന സ്തുതിക്കപ്പെട്ടവനായി പരാത്മന പരാത്മാവായ പുരുഷസ്യ വിഷ്ണോഹോ പുരുഷനായ വിഷ്ണുവിന്റെ തേജസ്സിനാൽ ആപ്യായിത അഭിവൃദ്ധിപ്പെട്ടവനായി ആരുഹ്യ കയറിയിട്ട് കകുത്തിൽ അതായത് ഈ കാളയുടെ ആ മാംസളമായിട്ടുള്ള ഭാഗം പുഞ്ചക്കുടം എന്നൊക്കെ പറയില്ലേ, പുഞ്ഞ, അതില് സ്ഥിത ഇരുന്നു. ത്രിദശൈഹി ദേവന്മാരോടുകൂടി പ്രതീച്യാം ദിശി പടിഞ്ഞാറ് ദിക്കിൽ ദൈത്യാനാം പുരം ദൈത്യന്മാരുടെ പുരത്തെ നേരുണൽ നിരോധിച്ചു. പുരഞ്ജയൻ അങ്ങനെ യുദ്ധത്തിനായിട്ട് ഒരുങ്ങി കവചമൊക്കെ ധരിച്ചു. ദിവ്യമായ വില്ലും മൂർച്ചയുള്ള ബാണങ്ങളും ഒക്കെ കയ്യിലെടുത്ത് പിടിച്ചു. അപ്പൊ വന്ദികളെ അങ്ങനെ സ്തുതിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ വന്ദികളെ സ്തുതിക്കാൻ തുടങ്ങി. പരമാത്മാവായ പരമപുരുഷന്റെ തേജസ് ആ പുരഞ്ജയനിലങ്ങനെ പ്രവേശിച്ചു. അപ്പോളെന്താ, ഭഗവാന്റെ വീര്യം തേജസ്സും കൂടി അങ്ങോട്ട് വന്നപ്പോ പുരഞ്ജയൻ പൂർവാധികം വീര്യവാനായി. അങ്ങനെ മഹാവൃഷഭസ്വരൂപനായ ഇന്ദ്രനിന്റെ പുറത്ത് കയറി ആ കകുത്തിൽ ഇരുന്നു. അതായത് കാളകളുടെ കണ്ഠത്തിന് സമീപത്തുള്ള ആ മാംസപിണ്ഡത്തിനാണ് ഈ കകുത്ത് എന്ന് പേരുള്ളത്. അവിടെ ഇരുന്നു പുരഞ്ജയൻ. ആ സ്ഥാനത്തിലിരുന്ന് ദേവന്മാരോടുകൂടി ചേർന്ന് അസുരന്മാർക്ക് പടിഞ്ഞാറേ ദിക്കിലുള്ള രാജധാനിയൊക്കെ അങ്ങോട്ട് നിരോധിച്ചു. പടിഞ്ഞാറേ ദിക്കെന്നുള്ള രാജധാനിയിൽ നിന്ന് അസുരന്മാർക്ക് പ്രവേശിക്കാൻ പറ്റാതെ ആക്കി. അപ്പൊ തന്നെ തൈസ്തസ്യ ജാഭൂൽപ്രഥനം തുമുലം രോമഹർഷണം യമായ ഭല്ലൈരനയൽ ദൈത്യാന്യേ അഭിയയുർമൃധേ. തൈഹി അവരോടുകൂടി തസ്യ അദ്ദേഹത്തിന് തുമുലം സങ്കുലവും ലോമഹർഷണം രോമാഞ്ചം ജനിപ്പിക്കുന്നതുമായ പ്രഥനം യുദ്ധം അഭൂത് ഉണ്ടായി. മൃധേ യുദ്ധത്തിൽ ഏ അഭിയയു യാതൊരുത്തർ എതിർത്തുവോ ദൈത്യാൻ ആ അസുരന്മാരെ ഭല്ലേഹി ബാണങ്ങളാൽ യമായ അനയൽ യവനായിക്കൊണ്ട് നയിച്ചു. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഇങ്ങനെ രോമാഞ്ചം ജനിപ്പിക്കുന്ന വിധത്തിലാണ് അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം പുരഞ്ജയനും അസുരന്മാരും തമ്മിൽ അങ്ങോട്ട് നടന്നു. അങ്ങനെ പുരഞ്ജയന്റെ നേരെ എതിർത്ത അസുരന്മാരെ ഒക്കെ ബാണങ്ങൾ കൊണ്ട് അങ്ങോട്ട്, അതിവീരനായ ഭഗവാന്റെ തേജസ്സും കൂടി ഉണ്ടല്ലോ അല്ലെ, അപ്പോ ആ അസുരന്മാരെയൊക്കെ തുരുതുരാ ബാണങ്ങൾ കൊണ്ട് അങ്ങോട്ട് നശിപ്പിച്ചു. അസുരന്മാര് മുഴുവൻ മരിച്ചു വീണുകൊണ്ടിരിക്കുക. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ